ഇപ്പൊ പല ആളുകൾക്കും മാത്സിനെ കുറിച്ച് ഒരുപാട് ധാരണകളുണ്ട്. എനിക്ക് പണ്ട് മുതലേ മാത്സ് അറിയില്ല, എനിക്ക് മാത്സ് ബേസിക് അറിയില്ല, മാത്സിനെ കുറിച്ച് എനിക്ക് ധാരണയില്ല, മാത്സ് എനിക്ക് പേടിയാണ്. ഇങ്ങനെ കുറെ മുൻധാരണകൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുൻധാരണകളാണ് നിങ്ങൾക്ക് മാത്സ് പ്രയാസമാക്കുന്നത്. നിങ്ങൾ ആ മുൻധാരണ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ നമ്മുടെ ക്ലാസ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിൽ പറയുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്രയും ബേസ് ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും മാത്സ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോ. ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് മാത്സിലുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസും മാത്സിലുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണാനും പരിചയപ്പെടാനും അറ്റൻഡ് ചെയ്യാനും വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം നോട്ട് ചെയ്തെടുക്കണം, അതുപോലെ ഉത്തരം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ചോദ്യം നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും, ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യും? സ്ക്രീനിൽ കാണിച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും അറിയുന്ന ഉത്തരം നിങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ ഉത്തരം ഇടാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, ഇതൊരു കാറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യം ഇതായിരുന്നു: 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന അളവിനെ സൂചിപ്പിക്കുന്ന പ്രസ്താവന ഏത്? 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന അളവിനെ സൂചിപ്പിക്കുന്ന പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ്സ് ദ മെഷർമെന്റ് 38,863 സ്ക്വയർ കിലോമീറ്റേഴ്സ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ വായിച്ചു തരാം. ഓപ്ഷൻ എ 1 കിലോമീറ്റർ നീളമുള്ള 38,863 റിബണുകൾ ചേർന്നത്. ഓപ്ഷൻ ബി 1 കിലോമീറ്റർ നീളമുള്ള 38,863 സമചതുരങ്ങൾ ചേർന്നത്. ഓപ്ഷൻ സി 1 മീറ്റർ വശമുള്ള 38,863 സമചതുരങ്ങൾ ചേർന്നത്. ഓപ്ഷൻ ഡി 1 മീറ്റർ നീളമുള്ള 38,863 റിബണുകൾ ചേർന്നത്. ഇതിലേതാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് പറ. നിങ്ങൾ ABCD നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത്, മുകളിലുള്ള ആൾ എന്ത് കമന്റ് ചെയ്തു എന്ന് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാവരുടെയും ഈ ഒരു സ്വഭാവമാണ്. മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അത് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രത്യേകത മലയാളികൾക്കുണ്ട്, മലയാളികളുടെ സ്വഭാവമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ മിക്സഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ചോദ്യത്തിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ ചോദ്യത്തിലുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. 38,863 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ചതുരശ്ര കിലോമീറ്റർ അഥവാ സ്ക്വയർ കിലോമീറ്റർ എന്നുള്ളത് എന്തിന്റെ രൂപമാണ്? എന്തിന്റെ രൂപമാണ് ചതുരശ്ര കിലോമീറ്റർ? ചുറ്റളവാണോ പരപ്പളവാണോ? അത് നിങ്ങൾ പറ. സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ചുറ്റളവിന്റെ ആണോ പരപ്പളവിന്റെ ആണോ? ഏരിയ ആണോ? ഏതിൻ്റെതാണ്? യെസ്, ഓക്കെ, പരപ്പളവിൻ്റെതാണ് അല്ലെ? പരപ്പളവ്, ഏരിയയുടെ യൂണിറ്റ് ആണ് സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത്. സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് ആണ്. അത് നിങ്ങൾ ആദ്യം ബേസിക്കലി മനസ്സിലാക്കുക. സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഏരിയയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? യെസ്, എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അഥവാ നീളം ഗുണം വീതിയാണ് ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ, L/B. ഓക്കെ, നീളം ഗുണം വീതിയാണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക. 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന അളവിനെ സൂചിപ്പിക്കുന്ന പ്രസ്താവന. ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് പരപ്പളവാണ് എന്ന് നമുക്ക് കിട്ടി.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? 38,803 ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചതുരം എടുക്കുന്നു, ഒരു സമചതുരം എടുക്കുന്നു. ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സമചതുരത്തിന്റെ ഒരു വശം 1 കിലോമീറ്റർ ആയി വരുന്നു. എല്ലാ വശങ്ങളും 1 കിലോമീറ്റർ ആയി വരുന്നു. ഓക്കെ, എല്ലാ വശവും 1 കിലോമീറ്റർ ആയി വരുന്ന ചതുരത്തിന്റെ പരപ്പളവിനെയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നീളവും വീതിയും 1 കിലോമീറ്റർ വീതം വരുന്ന ചതുരത്തിന്റെ പരപ്പളവിനെയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളമുള്ള 38,863 സമചതുരങ്ങൾ ചേർന്നതായിരിക്കും. മനസ്സിലായല്ലോ? അഥവാ 1 കിലോമീറ്റർ നീളവും വീതിയുള്ള എത്ര സമചതുരങ്ങൾ ഉണ്ടാവും? 38,863 സമചതുരങ്ങൾ കൂട്ടിയതായിരിക്കും നമ്മുടെ 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ ഒരു കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ. എങ്കിൽ 10 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള 10 സമചതുരങ്ങൾ ചേർന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു വശം 1 കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ചതുരത്തിന്റെ ഒരു വശം 1 കിലോമീറ്റർ ആണ്. ഇങ്ങനെ 10 സമചതുരങ്ങൾ ചേർന്നാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? നിങ്ങൾ പറ. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 10 സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. 10 ചതുരശ്ര കിലോമീറ്റർ ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 38,863 1 കിലോമീറ്റർ നീള വീതിയുള്ള സമചതുരങ്ങൾ ചേർന്നതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് ഏതാ വരുന്നത്? നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഒരുപാട് ആളുകൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഒന്ന് പറ മക്കളെ, പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആണ്. ക്ലിയർ ആവുന്നതോടൊപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുക. പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി. പരപ്പളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡ് വെർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വർക്ക്ഔട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പെഡഗോജി ചോദ്യമാണ്. പെഡഗോജി ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. അർത്ഥപൂർണമായ ഗണിത പഠനത്തിന് സഹായകമല്ലാത്തത് ഏത്? അർത്ഥപൂർണമായ ഗണിത പഠനത്തിന് സഹായകമല്ലാത്തത് ഏത്? അർത്ഥപൂർണമായ ഗണിത പഠനത്തിന് സഹായകമല്ലാത്തത് ഏത്? ഗണിത ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ഫീൽഡ് ട്രിപ്പുകൾ, ഗണിത ലാബ് പ്രവർത്തനങ്ങൾ, ക്ലാസ് മുറിക്കകത്ത് പാഠപുസ്തകത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലാസ് മുറിക്കകത്ത് പാഠപുസ്തകത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനമാണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ കിട്ടും. ഗണിത ക്ലബ്ബ് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഗണിത പഠനത്തിന് സഹായിക്കുന്നുണ്ട്. ഫീൽഡ് ട്രിപ്പ് ഗണിത പഠനത്തിന് സഹായിക്കുന്നുണ്ട്. ഗണിത ലാബ് പ്രവർത്തനങ്ങൾ ഗണിത പഠനത്തിന് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ മോഡേൺ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മളെ ട്രഡീഷണൽ രീതി ഒഴിവാക്കി ഇപ്പൊ നമ്മുടെ നിലവിലുള്ള നമ്മുടെ വൈഗോട്സ്കി മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ക്ലാസ് റൂമിനകത്ത് മാത്രമുള്ള പഠനമല്ല പ്രോത്സാഹിക്കുന്നത്. ഓക്കെ, അത് മാത്സിലുള്ള പെഡഗോജി ആയിക്കോട്ടെ, മലയാളം, ഇംഗ്ലീഷ്, EVS,
ഏത് പെഡഗോജി ആയാലും നമ്മളോട് ചോദിക്കും ക്ലാസ് റൂമിനകത്ത് മാത്രമുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം. അതൊരിക്കലും നമ്മുടെ പാഠ്യപദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പാഠ്യപദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ഒന്നാമത്തെ ചോദ്യം കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ചുറ്റളവ് പരപ്പളവ് ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയണം. എല്ലാ വർഷവും ഗണിതത്തിൽ മാത്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ചുറ്റളവ് പരപ്പളവ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, ഏരിയ ആൻഡ് പെരിമീറ്റർ. ഏരിയ ആൻഡ് പെരിമീറ്റർ പഠിക്കാതെ പോവല്ലേ, പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. അത് ഏതിൻ്റെയൊക്കെ പഠിക്കണം? ചതുരം പഠിക്കണം, സമചതുരം പഠിക്കണം, ത്രികോണം പഠിക്കണം. ചതുരം, സമചതുരം, ത്രികോണം എന്നിവയുടെ ചുറ്റളവും പരപ്പളവും കാണാനുള്ളത് നിങ്ങൾ പഠിക്കണം. ത്രികോണമാകുമ്പോ അവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിയണം. ഓക്കെ, ചുറ്റളവ് കാണാന് പരപ്പളവ് കാണാൻ രണ്ട് രീതികളുണ്ട്. ഒന്ന് പൈതഗോറസ് തിയറം, കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന പൈതഗോറസ് തിയറം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതുപോലെ നമ്മുടെ വ്യത്യസ്ത നീളങ്ങളുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോ ചുറ്റളവ്, പരപ്പളവ്, ചതുരം, സമചതുരം, ത്രികോണം ഇവ മൂന്നും നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ആ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, അഥവാ വ്യത്യസ്ത വശങ്ങളുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ളതാണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ആ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? റെഡിയാണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഒരു പെഡഗോജി ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. തന്നിരിക്കുന്നവയിൽ ഭിന്നസംഖ്യകളുടെ പഠനത്തിന് അനുയോജ്യമായ ആപ്ലിക്കേഷൻ ഏത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏത്, ഇങ്ങനെയും ചോദിക്കും. തന്നിരിക്കുന്നവയിൽ ഭിന്നസംഖ്യകളുടെ പഠനത്തിന് അനുയോജ്യമായ ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, പേരിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. ഭിന്നസംഖ്യക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാറുള്ളത്? ഭിന്നസംഖ്യ പറയൂ. ഭിന്നസംഖ്യക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഫ്രാക്ഷൻ ആണ് അല്ലെ, ഫ്രാക്ഷൻ. അപ്പൊ പേരിൽ തന്നെ കിട്ടും. ജെ ഫ്രാക്ഷൻ ലാബ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ പഠനത്തിന് അനുയോജ്യമായ ആപ്ലിക്കേഷൻ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഭിന്നസംഖ്യയുടെ പഠനത്തിന് അനുയോജ്യമായത് ജെ ഫ്രാക്ഷൻ ലാബ് ആണ്. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി മൂന്നെണ്ണം ഉണ്ടല്ലോ. ബാക്കി എ, ഓപ്ഷൻ എ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഇവ മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഈ ഒരു ചോദ്യം ജെ ഫ്രാക്ഷൻ ലാബ് ചോദിച്ചു. മറ്റൊരു വർഷം ചോദിച്ചത് എന്തായിരുന്നു സെലസ്റ്റിയ, എന്തായിരുന്നു ഫെറ്റ്, എന്തായിരുന്നു ജിബ്ര, ഇതെല്ലാം ചോദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്തോളൂ. ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തു, ജെ ഫ്രാക്ഷൻ ലാബ്. ജെ ഫ്രാക്ഷൻ ലാബ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ പഠനത്തിന് അനുയോജ്യമായ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് സെലസ്റ്റിയ. നിങ്ങൾക്ക് അറിയാമോ എന്തിനു വേണ്ടിയിട്ടാണ് സെലസ്റ്റിയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? സെലസ്റ്റിയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? സെലസ്റ്റിയ എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് പറയാം കേട്ടോ, അറിയുന്നവർക്ക് പറയാം. സെലസ്റ്റിയ എന്ന് പറയുന്നത് നമ്മള് ഒരു നക്ഷത്ര ഭൂപടാണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ നക്ഷത്ര ഭൂപടം. ഓക്കെ, അഥവാ ആസ്ട്രോണമി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആസ്ട്രോണമി, ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താ? വാന നിരീക്ഷണം, നക്ഷത്ര നിരീക്ഷണം, നക്ഷത്രങ്ങളുടെ സ്ഥാനം, നക്ഷത്രങ്ങളുടെ കൂട്ടം. ഓക്കെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓറിയോൺ, വേട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള നക്ഷത്ര കൂട്ടങ്ങള്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ സ്ഥാനം, ഗ്രഹങ്ങളുടെ സ്ഥാനം, ഇതെല്ലാം കാണാനുള്ള ഒരു ആസ്ട്രോണമി സോഫ്റ്റ്വെയർ ആണ്. ആസ്ട്രോണമി ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ജ്യോതിശാസ്ത്രം, ആ ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഇവയുടെ സ്ഥാനങ്ങളും നക്ഷത്ര ഗണങ്ങളെല്ലാം ഉൾപ്പെടുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സെലസ്റ്റിയ ഇസ് എ സോഫ്റ്റ്വെയർ യൂസിംഗ് ഫോർ ആസ്ട്രോണമി പർപ്പസ്. കിട്ടിയോ?
ക്ലിയർ ആണോ? യെസ്. ഓക്കെ, എങ്കിൽ അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോവാം. അടുത്തതായിരുന്നു ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഫെറ്റ് എന്താണ്? ഫെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? നിങ്ങൾ പറ, വാട്ട് ഈസ് ഫെറ്റ്? യെസ്, ഫെറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? യെസ്, ഫെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഫെറ്റ് എന്ന് പറഞ്ഞാൽ സയൻസ് സയൻസ് ഒരു ഡിജിറ്റൽ ലബോറട്ടറി ആണെന്ന് പറയാം. ഡിജിറ്റൽ ലബോറട്ടറി. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്തോ, ഡിജിറ്റൽ ലബോറട്ടറി. അഥവാ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സയൻസിലുള്ള പരീക്ഷണങ്ങളെല്ലാം ചെയ്തു നോക്കാനുള്ള ഒരു സ്റ്റിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. സയൻസ് സ്റ്റിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ലബോറട്ടറി എന്ന് പറയാം. ഡിജിറ്റൽ ലാബാണ്, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ലാബാണ് ഫെറ്റ് എന്ന് പറയുന്നത്. അഥവാ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ശാസ്ത്രത്തിലുള്ള വിവിധ പരീക്ഷണങ്ങളെല്ലാം ചെയ്തു നോക്കാനുള്ള ഒരു സ്റ്റിമുലേഷൻ സോഫ്റ്റ്വെയറിനെയാണ് ഫെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കും. അടുത്തതോ ജിയോജിബ്ര. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ജിയോജിബ്ര എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ജിയോജിബ്ര. യെസ്, ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ജിയോജിബ്ര എന്ന് പറയുന്നത് മാത്സ് പഠിക്കാനാണ്. മാത്സിലുള്ള എന്ത് പഠിക്കാനാണ്? യെസ്, മാത്സിലുള്ള ജ്യാമിതി, ജിയോമെട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യാമിതി. ജ്യാമിതി എന്ന് പറയുമ്പോൾ ആംഗിൾസ് പഠിക്കാനുണ്ടാവും, കോണളവുകൾ പഠിക്കാന്, അതുപോലെ തന്നെ വിവിധ ഷേപ്പുകൾ പഠിക്കാന്, ത്രികോണം, ചതുരം, വൃത്തം, സ്തംഭം, ഇങ്ങനെ വിവിധ ഷേപ്പുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ജിയോജിബ്ര ഉപയോഗിക്കും. അതുപോലെ ഓരോ ഷേപ്പിന്റെയും ആംഗിൾസ്, അതിന്റെ ഏരിയ, അതിന്റെ പെരിമീറ്റർ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ജിയോജിബ്ര എന്ന് പറയുന്നത്. ജ്യാമിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ, വിവിധ രൂപങ്ങളെ കുറിച്ച് പഠിക്കാനും, അവയുടെ ആകൃതി, അവയുടെ ചുറ്റളവ്, അവയുടെ പരപ്പളവ്, ഇവയെല്ലാം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജിയോജിബ്ര എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ അവസാനം വരെ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പൊ ഇന്നിവിടെ നല്ല ഹെവി റെയിൻ ആണ്. ഓക്കെ, ഇവിടെ നല്ല റെയിനും നല്ല ഇടിയും വെട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ നിങ്ങളോട് ആൾറെഡി ക്ലാസ് നമ്മൾ അനൗൺസ് ചെയ്തു, നിങ്ങളെ ഗ്രൂപ്പിലെല്ലാം അറിയിച്ചു. അതുകൊണ്ട് ക്ലാസ് മുടങ്ങണ്ട എന്ന് കരുതിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ക്ലാസ് നൽകും, ക്ലാസ് തരും എന്ന് ഉറപ്പ് തന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഇവിടെ നല്ല റെയിൻ ആണ്. എന്നിരുന്നാലും ക്ലാസ് നടക്കട്ടെ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾ ഈ ഒരു ലൈവിൽ ഉണ്ടായിരിക്കണം. അവസാനം വരെ നിങ്ങൾ ലൈവിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്സ് പരീക്ഷയ്ക്ക് ഒരു 10 മാർക്കിനുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടും. കാരണം നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഉത്തരമല്ല പറയുന്നത്, നമ്മൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കോണ്ടന്റും പറയുന്നുണ്ട്. പെഡഗോജി ചോദ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്റ്റീവ് ഫാക്റ്റുകളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. മാത്സ് ആണെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലവുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 10 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വെറുതെ തള്ളിമറിക്കല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതായത് നല്ല ഇടിയും മഴയും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ ഫോളോ ചെയ്യുക. പക്ഷെ ലൈവായിട്ട് കിട്ടുന്ന ഫീല് നിങ്ങൾക്ക് മാത്സ് ക്ലാസ്സിൽ കിട്ടില്ല. ഓക്കെ, മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈവായിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ബാക്കി സബ്ജക്ട് പോലെ നമ്മൾ കേട്ടിരുന്ന് പഠിക്കാനുള്ളതല്ല, ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളതാണ്. സംശയങ്ങൾ അവിടെ തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് തന്നെ ക്ലാസ് അവസാനിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവ് ക്ലാസ്സിൽ തുടരണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ ഫ്രീ നോട്ട്സും ഡെയിലി നിങ്ങൾക്ക് എക്സാമും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഡെയിലി എക്സാം എല്ലാ ദിവസവും ചെയ്യാറുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്തു. എല്ലാ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊന്ന് യെസ് എന്ന് പറയൂ. ഡെയിലി നിങ്ങൾക്ക് എക്സാംസ് നൽകുന്നുണ്ട്, ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഡെയിലി എക്സാംസ് നൽകുന്നുണ്ട്. അത് ചെയ്യുന്ന ആളുകളൊന്ന് പറയൂ.
ഓക്കെ, ഒരുപാട് ആളുകൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, പഠിക്കണം, കേട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഡെയിലി എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി എക്സാംസ് അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസ് നിങ്ങൾ പരീക്ഷ വരെ ഉണ്ടായിരിക്കും, നിങ്ങൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണം. കാരണം ആ എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് പഠനത്തിൽ കുറച്ചുകൂടെ ഒരു നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പറ്റും. ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് കൂടി വരികയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. കേട്ടിട്ട് പരീക്ഷ വരെ നിങ്ങൾ ആ ഒരു എക്സാംസ് നിങ്ങൾ ഫോളോ ചെയ്ത 1000+ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ എക്സാംസിലൂടെ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ കണക്റ്റീവ് ഫാക്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്തുകൊണ്ട് അതും കൂടെ പഠിക്കണം. അതുകൂടെ പഠിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ഡെയിലി നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. കാരണം നമുക്ക് ഇതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായിട്ട് ഇതേ സമയത്ത് നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ലൈവ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. എല്ലാ ദിവസവും ലൈവ് ആയിട്ട് ഇതേ സമയത്ത് 8:30 മുതൽ രാത്രി 10 മണി വരെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ടും കിട്ടും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ആയിക്കൊണ്ട് കേട്ടിട്ട് സിലബസ് ഓറിയന്റഡ് ആയിക്കൊണ്ട് പരീക്ഷ വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ബാച്ചിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും. ഈ ഒരു ഡെയിലി ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ പഠിപ്പിച്ച് തീർക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കിട്ടുന്ന പോലെ നമ്മൾ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് PDF ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പ്രതീതിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ PDF ആയിട്ട് ലഭിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കാരണത്താൽ നോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നോട്ട് പിന്നീട് ക്ലാസ് കഴിഞ്ഞാൽ PDF ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഡെയിലി എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ദിവസവും കേട്ടറ്റ് പരീക്ഷ വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഡെയിലി എക്സാംസും ലഭിക്കും. അതുപോലെ തന്നെ ഏത് സമയത്തും സംശയങ്ങൾ ചോദിക്കാനുള്ള ഗ്രൂപ്പുകളും അതുപോലെ മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബാച്ചിൽ മാത്രമുള്ള നിങ്ങൾക്ക് മറ്റൊരു ബാച്ചിലും കിട്ടാത്ത ഫീച്ചറാണ് ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ക്രാഷ് ക്യാമ്പിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ക്രാഷ് ക്യാമ്പിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തല്ലോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. ഇപ്പൊ നമ്മൾ 3 ചോദ്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 30 ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന 30 സെഷൻസ് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കും. അഥവാ 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷനും അതിന്റെ കണക്റ്റീവ് ഫാക്ടറും നമ്മൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിക്കും. അഥവാ അത്രയും യൂസ്ഫുൾ ആയിട്ട് അത്രയും റിവൈസ് ചെയ്യാൻ പറ്റുന്ന ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന് കൂടെ ലഭിക്കും. ഈ ക്രാഷ് ക്യാമ്പിൽ 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിന്റെ ഡിസ്കഷൻസും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കോട് കൂടി നിങ്ങൾക്ക് 100-ലധികം മാർക്കോട് കൂടി കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതെനിക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി പറ്റും. കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും പഠിപ്പിച്ച ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ നൽകുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിന്റെ കണക്റ്റീവ് ഫാക്ടറുകൾ ലഭിക്കുമ്പോൾ പിന്നെ അതിനപ്പുറത്തിൽ നിന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷാഭവന് തന്നെ ഒരു പ്രയാസമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു തീരും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ക്രാഷ് ക്യാമ്പിന്റെയും നമ്മുടെ ലൈവ് ക്ലാസിന്റെയും ഈ ഒരു എഫക്റ്റ് കൊണ്ടും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ മനസ്സുകൊണ്ടും ഏറ്റവും നല്ല റിസൾട്ടാണ് നമ്മുടെ ബാച്ചുകളിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2023 ഡിസംബറിൽ 235-ലധികം കുട്ടികൾക്കും 2024 മാർച്ചിൽ
125-ലധികം കുട്ടികൾക്കും നമ്മുടെ ബാച്ചിൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ 130 മുകളിൽ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, 180 മാർക്കിന്റെ പരീക്ഷയിൽ 130 മുകളിൽ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ വരെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് 2000 രൂപ കോഴ്സ് ഫീയും 1000 രൂപ ക്രാഷ് കോഴ്സിന്റെ ഫീയും വരുന്ന 3000 രൂപയുടെ കോഴ്സ് നമ്മൾ നിലവിൽ 50% ഓഫറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, 3000 രൂപയുടെ കോഴ്സ് നമ്മൾ നിലവിൽ 1500 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ 1500 രൂപ പേ ചെയ്യുകയാണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓഫർ തീരുന്നതിന് മുൻപ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 85 90 672 089. ഓക്കെ, 8590672089 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾ മതി. അതിനപ്പുറം നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വിജയം എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. 8590672089 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യത്തിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഓക്കെ, വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചോദ്യം ഇതാണ്: 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യത്തിൽ നിന്നും രൂപപ്പെടുത്താവുന്ന തുറന്ന ചോദ്യം ഏത്? 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യത്തിൽ നിന്നും രൂപപ്പെടുത്താവുന്ന തുറന്ന ചോദ്യം ഏത്? ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ വായിക്കുക കേട്ടോ. ഓക്കെ, കുറെ ആളുകൾ ഉത്തരം കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്, എന്താണ് തുറന്ന ചോദ്യം. നമ്മളോട് ചോദിച്ചത് എന്താ? 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യത്തിൽ നിന്നും രൂപപ്പെടുത്താവുന്ന തുറന്ന ചോദ്യം ഏത്? തുറന്ന ചോദ്യം അഥവാ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തുറന്ന ചോദ്യം അഥവാ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തുറന്ന ചോദ്യം എന്താണ്, അടഞ്ഞ ചോദ്യം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഒരുപാട് തവണ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് തുറന്ന ചോദ്യവും അടഞ്ഞ ചോദ്യവും. ഈ തുറന്ന ചോദ്യവും അടഞ്ഞ ചോദ്യവും നമ്മളോട് ഡയറക്റ്റ് ചോദിക്കില്ല. നമ്മളോട് ചോദിക്കുക എങ്ങനെയായിരിക്കും? നമ്മളോട് ഈ രീതിയിലായിരിക്കും ചോദിക്കുക. ഓക്കെ, അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? തുറന്ന ചോദ്യം എന്താണ്, അടഞ്ഞ ചോദ്യം എന്താണ്. നിങ്ങൾ നോട്ട് ചെയ്തോ? തുറന്ന ചോദ്യം അതുപോലെ അടഞ്ഞ ചോദ്യം എന്ന് നിങ്ങൾ നോട്ട് ചെയ്യേ. തുറന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, തുറന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒന്നിലധികം വഴികളിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയും ഒന്നിലധികം ഉത്തരം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ചോദ്യത്തെ തുറന്ന ചോദ്യം എന്ന് പറയുന്നു. ഓക്കെ, ഒന്നിലധികം രീതികളിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യത്തെയാണ് തുറന്ന ചോദ്യം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളൂ, ഒന്നിലധികം രീതികളിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യത്തെ തുറന്ന ചോദ്യം എന്ന് പറയുന്നു. എന്നാൽ അടഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ? അടഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രീതിയിലൂടെ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ചോദ്യമാണ് അടഞ്ഞ ചോദ്യം. ഓക്കെ, തുറന്ന ചോദ്യം എന്ന് പറയുമ്പോൾ അതിന് ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങളും രീതികളും ഉണ്ടായിരിക്കും. അടഞ്ഞ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നിങ്ങൾ പറ, ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? 34ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഏതാ? 34ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി
80 സെന്റിമീറ്റർ പരപ്പളവുള്ള ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തുക. 80 സെന്റിമീറ്റർ പരപ്പളവുള്ള ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തുക. ഇതൊരു തുറന്ന ചോദ്യമാണ്. കാരണം എന്താ അറിയോ? ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 80 സെന്റിമീറ്റർ പരപ്പളവുള്ള ചതുരത്തിന്റെ നീളവും വീതിയും ഏതെല്ലാം രീതിയിൽ എടുക്കാം? നിങ്ങൾ പറ. ഉദാഹരണമായിട്ട് നമ്മൾ നീളവും എടുക്കുന്നു, വീതിയും എടുക്കുന്നു. നീളവും വീതിയും എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 80 സെന്റിമീറ്റർ ആണ് പരപ്പളവ് കിട്ടേണ്ടത്. അഥവാ നീളവും വീതിയും കുടിക്കുമ്പോൾ 80 കിട്ടണം. നമുക്ക് പല രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണമായിട്ട് നിങ്ങൾ നീളം ഒരു 40 സെന്റിമീറ്റർ എടുക്കുന്നു എങ്കിൽ വീതി എത്രയാണ് നമ്മൾ എടുക്കുക? വീതി നമ്മൾ എത്ര സെന്റിമീറ്റർ എടുക്കും? നിങ്ങൾ പറ. 40 സെന്റിമീറ്റർ നീളം എടുക്കുകയാണെങ്കിൽ വീതി നമുക്ക് രണ്ടായിട്ട് എടുക്കാം. 40 ഗുണം 2 80 കിട്ടും, ആണല്ലോ. ഇനി നമ്മൾ നീളം 80 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു, വീതി 1 സെന്റിമീറ്റർ ആയിട്ട് എടുത്താൽ മതി. അപ്പോഴും എന്ത് കിട്ടും? 80 കിട്ടും. ഇനി നമ്മൾ നീളം 20 എടുക്കുന്നു, വീതി നമ്മൾ 4 എടുക്കുന്നു, 20 ഗുണം 4 80 കിട്ടും. മനസ്സിലായോ? ഇനി നീളം നമ്മൾ 10 എടുക്കുന്നു, വീതി നമ്മൾ 8 എടുക്കുന്നു, വീതി നമ്മൾ 8 എടുക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? അപ്പോഴും നമുക്ക് കിട്ടുന്നത് 80 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്താണ്? ഒരു തുറന്ന ചോദ്യമാണ്. കാരണം 80 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ചതുരത്തിന്റെ നീളവും വീതിയും എത്ര എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. നീളം 40, വീതി 2, നീളം 80, വീതി 1, നീളം 20, വീതി 4, നീളം 10, വീതി 8. ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. അതുകൊണ്ട് ഈ ചോദ്യം എന്താ? ഈ ചോദ്യം തുറന്ന ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. എങ്കിൽ അടഞ്ഞ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്കി ഓപ്ഷൻസിലൂടെ നമുക്ക് കടന്നു പോവാം. 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തെ 2 തുല്യഭാഗങ്ങളാക്കിയാൽ പുതുതായി ലഭിച്ച ചതുരങ്ങളുടെ പരപ്പളവുകൾ എത്ര വീതമായിരിക്കും? ഇതിന്റെ ഉത്തരം എത്രയായിരിക്കും? നിങ്ങൾ പറ. ഓപ്ഷൻ എയുടെ ഉത്തരം എത്രയായിരിക്കും? 80 ചതുരശ്ര പരപ്പളവുള്ള ചതുരത്തെ തുല്യ 2 ഭാഗങ്ങളാക്കി. അപ്പൊ പുതുതായി കിട്ടുന്നതിന്റെ പരപ്പളവ് 40 ആയിരിക്കും. അത് നിങ്ങൾ എങ്ങനെ മുറിച്ചാലും 40 കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരം ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടഞ്ഞ ചോദ്യമാണ്. ഒരു ഉത്തരം മാത്രമുള്ളത് അടഞ്ഞ ചോദ്യമായിരിക്കും. ഇവിടെ 40 ഉത്തരം കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 100 സെന്റിമീറ്റർ നീളവും 80 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര? 100 സെന്റിമീറ്റർ നീളം, 80 സെന്റിമീറ്റർ വീതി. അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 100 ഗുണം 80 ആയിരിക്കും. 100 ഗുണം 80 എന്ന് പറയുമ്പോൾ 8000 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 8000 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. അവിടെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി എടുക്കാം. 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇരട്ടിയാക്കിയാൽ ലഭിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്ര? അതും എന്തായിരിക്കും? അതും ഒരൊറ്റ ഉത്തരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരൊറ്റ ഉത്തരം മാത്രം ലഭിക്കുന്ന ചോദ്യത്തിനെ നമ്മൾ എന്ത് പറയും? ഒരൊറ്റ ഉത്തരം മാത്രം ലഭിക്കുന്ന ചോദ്യത്തിനെ പറയുന്ന പേരെന്താ? അതാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു ഉത്തരം മാത്രം ലഭിക്കുന്ന ചോദ്യങ്ങളാണ് അടഞ്ഞ ചോദ്യങ്ങൾ. ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ, അടഞ്ഞ ചോദ്യം. ഓക്കെ, ഒന്നിലധികം ഉത്തരങ്ങൾ ലഭിക്കുന്ന ചോദ്യത്തിനെ പറയുന്ന പേരെന്താ? ഒന്നിലധികം രീതികളിലൂടെ ഒന്നിലധികം ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ചോദ്യത്തിനെ പറയുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, തുറന്ന ചോദ്യം. ഓക്കെ, ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ക്ലോസ്ഡ് എൻഡും ഓപ്പൺ എൻഡും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 328 ഹരിക്കണം 2 എന്നതിന് തുല്യമല്ലാത്തത് ഏത്? 328 ഹരിക്കണം 2 എന്നതിന് തുല്യമല്ലാത്തത് ഏത്? 328 ഹരിക്കണം 2 എന്നതിന് തുല്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ കമന്റ് ആയിട്ട് പറയൂ. 686 ഹരിക്കണം 4, 820 ഹരിക്കണം 5, 996 ഹരിക്കണം 6, 1148 ഹരിക്കണം 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര സിമ്പിൾ ചോദ്യ. ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുത്ത് ഒരു 10 മിനിറ്റ് സമയം അവർക്ക് വേണ്ടി വരും. പക്ഷെ ഒരു 10 മിനിറ്റ് സമയം കൊടുത്താലും അവരെന്ത് ചെയ്യും? ഇത് ഉത്തരം കണ്ടെത്തും. ഓക്കെ, നിങ്ങൾ പറയണം
328 ആയിരിക്കണം 2 എന്നതിന് തുല്യമല്ലാത്തത് ഏത്? ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? 328 ആയിരിക്കണം 2 എത്രയാണെന്ന് നോക്കണം. 328 ആയിരിക്കണം 2 ചെയ്താൽ എത്രയാ കിട്ടുക? ഒന്ന് പറ. 328 ആയിരിക്കണം 2 ചെയ്താൽ എത്രയാ കിട്ടുന്നത്? 164 കിട്ടുന്നത്. 164 കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്ന് ഹരിച്ചു നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓരോന്ന് നിങ്ങൾ ഹരിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ പറ. 656 ആയിരിക്കണം 4 ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? 656 ആയിരിക്കണം 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എത്രയായിരിക്കും? 164 തന്നെയായിരിക്കും. 164 തന്നെയായിരിക്കും. 820 ആയിരിക്കണം 5 ചെയ്താൽ എന്ത് കിട്ടും? 825 ആയിരിക്കണം 4 ചെയ്താലും 5 ചെയ്താലും 164 തന്നെ കിട്ടും. ഇനി 996 ആയിരിക്കണം 6 ചെയ്താൽ എത്രയാ കിട്ടുക? 996 ആയിരിക്കണം 6 ചെയ്താൽ കിട്ടുന്നത് എത്രയാ? 166 ആയിരിക്കും നിങ്ങൾ ചെയ്താൽ കിട്ടുക. 166 കിട്ടുക. ഓക്കെ, അപ്പൊ 166 എന്ന് കിട്ടി. ഇനി നമ്മൾ ഓപ്ഷൻ ഡി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 996 ആയിരിക്കണം 6 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഗുണിച്ചു നോക്കിയാലും മതി. യെസ്, ഒരാൾ ചോദിച്ചു, നല്ല ഉത്തരമാണ് പറഞ്ഞത്. 164 എന്ത് ചെയ്യാ? ഈ പറയുന്നത് കൊണ്ട് ഗുണിച്ചാൽ മതി. 4 ഗുണിക്കണം 164 ചെയ്യുക. ഓക്കെ, അതുപോലെ 5 ഗുണിക്കണം 164 ചെയ്യുമ്പോൾ 820 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ തിരിച്ചു ഗുണിച്ചു നോക്കിയാലും മതി. ഓക്കെ, അതാണ് റിവേഴ്സിബിൾ തിങ്കിങ് എന്ന് പറയുന്നത്. ആ ചിന്ത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് മാത്സ് എളുപ്പമായിരിക്കും. ഓക്കെ, ഒരാൾ ചോദിച്ചു, നല്ല ചോദ്യം, ഒരുപാട് സന്തോഷമായി. അങ്ങനെയുള്ള ചിന്തയാണ് നിങ്ങൾക്ക് വരേണ്ടത്. ഗുണിച്ചു നോക്കിയാൽ പോരെ. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യാവർത്തന ചിന്തയുണ്ടല്ലോ, റിവേഴ്സിബിൾ തിങ്കിങ്, ആ റിവേഴ്സിബിൾ തിങ്കിങ് ഉള്ള ആളുകൾക്കാണ് മാത്സ് എളുപ്പമാവുക. മാത്സ് പരമാവധി മാർക്ക് ഇയാൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇയാൾക്ക് പരമാവധി മാർക്ക് മാത്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളത് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി 996 ആയിരിക്കണം 6 ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. പ്രൈമറി ക്ലാസ് മുറിയിൽ ഗണിതത്തിലെ സൂത്രവാക്യങ്ങൾ, തത്വങ്ങൾ ഇവ രൂപീകരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? പ്രൈമറി ക്ലാസ് മുറിയിൽ ഗണിതത്തിലെ സൂത്രവാക്യങ്ങൾ, തത്വങ്ങൾ ഇവ രൂപീകരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? യെസ്, ഓക്കെ, ഒരുപാട് ആളുകൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആഗമന രീതി എന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ് ആഗമന രീതി. അപ്പൊ നിങ്ങൾ ഇവിടെ 2 കാര്യം പഠിക്കണം. ഗണിതത്തിന്റെ പരീക്ഷ എന്നൊക്കെ PSC കേഡറ്റിൽ ഉണ്ടോ, ആ പരീക്ഷയിലെല്ലാം ആഗമന രീതിയും നിഗമന രീതിയും ചോദിച്ചിട്ടുണ്ട്. ആഗമന രീതി, നിഗമന രീതി നിങ്ങൾ പഠിച്ചോ. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഗണിതത്തിന്റെ എല്ലാ കേഡറ്റ് പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് ആഗമന രീതി, അതുപോലെ നിഗമന രീതി. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്തോ. ആഗമന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്തോ, ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്. ഓക്കെ, ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുന്ന രീതിയാണ് ആഗമന രീതി എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുന്ന രീതി. ഇനി നിഗമന രീതി എന്ന് പറഞ്ഞാലോ, നിഗമന രീതി എന്ന് പറഞ്ഞാൽ പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു. പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ചൈൽഡ് സെന്റേർഡ് രീതി ഏതാണ്? ശിശു കേന്ദ്രീകൃത രീതി ഏതാണെന്ന് പറയൂ. ശിശു കേന്ദ്രീകൃത രീതി ഏതാണ്? ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആഗമന രീതിയാണ്. ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത് ആഗമന രീതിയാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നിഗമന രീതി എന്ന് പറയുമ്പോൾ അധ്യാപക കേന്ദ്രീകൃത രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, ഒരു അധ്യാപകൻ കുട്ടികളോട് വിവിധ തരത്തിലുള്ള ത്രികോണങ്ങൾ വരക്കാൻ പറയുന്നു. കുട്ടി പല രീതിയിൽ എന്ത് ചെയ്യുന്നു? ത്രികോണം വരക്കുന്നു. പല രീതിയിൽ കുട്ടികൾ ത്രികോണം വരക്കും. ഓക്കെ, അങ്ങനെ പല രീതിയിൽ വരക്കുമ്പോൾ അധ്യാപകൻ പറയും, പല രീതിയിൽ ത്രികോണം വരക്കാൻ പറഞ്ഞു. ഇനി അതിനുള്ളിലുള്ള കോണുകളെല്ലാം കൂട്ടി നോക്കാൻ പറയും.
ഓക്കെ. അധ്യാപകൻ കുട്ടികളോട് 3 വ്യത്യസ്ത രൂപത്തിലുള്ള ത്രികോണങ്ങൾ വരക്കാൻ പറയുന്നു. എന്നിട്ട് അവയുടെ കോണുകളെല്ലാം കൂട്ടി നോക്കാൻ പറയുന്നു. അവക്കുള്ളിലുള്ള കോണുകൾ കൂട്ടി നോക്കാൻ പറയുന്നു. അപ്പൊ കുട്ടികൾ ആ കോണുകളെല്ലാം കൂട്ടി നോക്കും. ഒന്നാമത്തെ ത്രികോണത്തിലുള്ള കോണളവ് കുട്ടിക്ക് കിട്ടിയത് 150 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ത്രികോണം കുട്ടി വരച്ചു. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളക്കുമ്പോൾ അവിടെയും കിട്ടിയത് 150 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ത്രികോണം കുട്ടി വരച്ചു. അവിടെയും കുട്ടിക്ക് കിട്ടിയത് ആകെ കോണളവ് 150 ഡിഗ്രിയാണ്. ഓക്കെ. അഥവാ അധ്യാപകൻ ആദ്യം ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തു. ഓക്കെ. ആ ഉദാഹരണം എന്താണ്? 3 ത്രികോണങ്ങൾ വരക്കുക. അത് ഉദാഹരണമാണ്. എന്നിട്ട് അധ്യാപകൻ അതിനുള്ളിലുള്ള കോണളവുകളെല്ലാം അളക്കാൻ പറയുന്നു. കുട്ടി കോണുകളെല്ലാം അളക്കുന്നു. കോണ അളന്നുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു? എല്ലാത്തിന്റെയും കോണളവ് 150 ഡിഗ്രി ആണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ കുട്ടി ഒരു പൊതുതത്വം രൂപീകരിച്ചു. എന്താണ്? ത്രികോണത്തിനുള്ളിലെ കോണളവുകളുടെ തുക 150 ഡിഗ്രിയാണ്. ഇത് കുട്ടി എന്ത് ചെയ്തു? ഉദാഹരണങ്ങളിൽ നിന്ന് കണ്ടെത്തി. മനസ്സിലായല്ലോ? ഇതാണ് ആഗമന രീതി. ഉദാഹരണങ്ങളിലൂടെ പൊതുതത്വത്തിലേക്ക് കടക്കുന്നു. ഇവിടെ ഒരുപാട് ഉദാഹരണം കൊടുത്തു. ഉദാഹരണത്തിൽ നിന്നും ത്രികോണത്തിലുള്ള കോണളവുകളുടെ തുക 150 ഡിഗ്രി ആണെന്നുള്ള പൊതുതത്വം രൂപീകരിച്ചു. ഇതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാ. ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇതിന് കൊടുക്കണം. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആഗമന രീതി. ഇനി നിഗമന രീതി എന്നുള്ളത് നമുക്ക് പറയാം. നിഗമന രീതി എന്ന് പറഞ്ഞാൽ പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണത്തിലേക്ക്. ഉദാഹരണമായിട്ട് അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണെന്ന് അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം തരാം. ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണെന്ന് അധ്യാപകൻ പറയുന്നു. നീളം ഗുണം വീതിയാണ് ചതുരത്തിന്റെ പരപ്പളവ് എന്ന് അധ്യാപകൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അധ്യാപകൻ കുട്ടിയോട് ചോദിക്കുകയാണ്, മക്കളെ 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്തൂ എന്ന് അധ്യാപകൻ പറയുന്നു. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യാ? കുട്ടിയുടെ കയ്യിൽ ഒരു തത്വമുണ്ട്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ്. അപ്പൊ കുട്ടി 5 ഗുണം 4 ചെയ്യുന്നു. 5 ഗുണം 4 എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് കുട്ടി കണ്ടുപിടിക്കുന്നു. ഇതെന്താണ്? നിഗമന രീതിയാണ്. അഥവാ ആദ്യം തത്വം പഠിച്ചു, ഇക്വേഷൻ പഠിച്ചു, പിന്നീട് എന്ത് ചെയ്തു? ഉദാഹരണങ്ങളിലേക്ക് കടന്നു. ഇതിനെ നിഗമന രീതി എന്ന് പറയുന്നു. ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്കാണെങ്കിൽ ആഗമന രീതി എന്നും, പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്കാണെങ്കിൽ നിഗമന രീതി എന്ന് പറയുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. യെസ്. ഓക്കെ. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി SCERT നടത്തുന്ന ഗണിതവുമായി ബന്ധപ്പെട്ട പ്രതിഭാ പോഷണ പരിപാടി ഏത്? 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് SCERT നടത്തുന്ന ഗണിത പ്രതിപോഷണ പദ്ധതി ഏതാണ്? പരിപാടി ഏതാണ്? ന്യൂമാത്സ് ആണോ? ലോവർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് ആണോ? അപ്പർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് ആണോ? നാഷണൽ ടാലന്റ് സെർച്ച് പരീക്ഷയാണോ? ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്ന് പറയൂ. ഏതാണ് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി? യെസ്. ഓക്കെ. കുറച്ച് ആളുകളൊക്കെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ന്യൂമാത്സ്. നിങ്ങൾ മനസ്സിലാക്കുക, 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ന്യൂമാത്സ് എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള പദ്ധതികളെല്ലാം നോക്കണം. ന്യൂമാത്സ് എന്ന് പറയുന്നത് 6ാം ക്ലാസ് ആണ്. ഓക്കെ. നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്തോ. ന്യൂമാത്സ് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോവർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് എത്രാം ക്ലാസ്സിലെ കുട്ടികൾക്കാ? ലോവർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എത്രാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ LSS. ആ LSSന്റെ ഫുൾ ഫോം ആണ് ലോവർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. LSS എത്രാം ക്ലാസ്സിനാ? 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രതിഭാ പോഷണ പദ്ധതിയാണ് LSS എന്ന് പറയുന്നത്. അടുത്തത് എന്താ? അപ്പർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് അഥവാ USS. അപ്പർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്.
അടുത്തതാണ് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം എന്ന് പറയുന്നത്. നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം NTSE എത്ര ക്ലാസ്സിലെ കുട്ടികൾക്കാ? NTSE എന്ന് പറയുന്നത് എത്ര ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ? NTSE എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് NTSE എന്ന് പറയുന്നത്. 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, NMMS എത്രാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ? NMMS എന്ന് പറയുന്ന പരീക്ഷ എത്രാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ? NMMS എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 8th പഠിക്കുന്ന കുട്ടികൾക്കാണ് NMMS. ഇത് നിങ്ങൾ പഠിച്ചോ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ന്യൂ മാത്സ് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, LSS 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, USS 7th സ്റ്റാൻഡേർഡ്, NTSE 10th സ്റ്റാൻഡേർഡ്, NMMS ആണെങ്കിൽ 8th സ്റ്റാൻഡേർഡ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രതിഭാ പോഷണ പരിപാടികൾ അല്ലെങ്കിൽ പ്രതിഭാ പോഷണ പരീക്ഷകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രതിഭകളെ കണ്ടെത്തും, അവർക്ക് കൃത്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളെല്ലാം കൊടുക്കുന്നു. ഇതിനെയാണ് പ്രതിഭാ പോഷണ പരിപാടികൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നോട്ട് ചെയ്തോ? എല്ലാവരും നോട്ട് ചെയ്തോ? യെസ്, ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേട്ടിട്ട് ചോദിച്ച ചോദ്യമാണ്, 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം. 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ? എല്ലാ കേട്ടൽ പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കലണ്ടർ ക്ലോക്ക്. കലണ്ടറിൽ നിന്നും ക്ലോക്കിൽ നിന്നും ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ കലണ്ടർ, ക്ലോക്ക് എന്നീ ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ക്ലോക്ക്, കലണ്ടർ നോട്ട് ചെയ്തോ? ക്ലോക്ക്, കലണ്ടർ അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. 2 മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലോക്ക്, കലണ്ടർ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചത് എന്താ? 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 2020 എന്ന് പറയുന്നത് എന്ത് തരം വർഷമാണ്? 2020 എന്ന് പറയുന്നത് എന്ത് വർഷമാണ്? 2020 എന്ന് പറയുന്നത് ഒരു സാധാരണ വർഷമാണോ? ആണോ? 2020 യെസ്, 2020 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ അഥവാ അതിവർഷമാണ്. അതിവർഷത്തിന്റെ പ്രത്യേകത എന്താ? അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും? ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. സാധാരണ വർഷമാണെങ്കിൽ ഫെബ്രുവരി 28 ദിവസങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അതിവർഷമാണെങ്കിൽ ഫെബ്രുവരി 29 ദിവസങ്ങളും ഒരു വർഷത്തിൽ 366 ദിവസങ്ങളും ഉണ്ടായിരിക്കും. ആ വർഷമാണ് അതിവർഷം എന്ന് പറയുന്നത്. അതിവർഷം കണ്ടുപിടിക്കാനൊരു എളുപ്പമാർഗമുണ്ട്. 2020 അതിവർഷമാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരു വർഷം അതിവർഷമാണോ എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള വർഷത്തെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുക. തന്നിട്ടുള്ള വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ശിഷ്ടം കിട്ടുന്നില്ലെങ്കിൽ, റിമൈൻഡർ കിട്ടുന്നില്ലെങ്കിൽ അത് അതിവർഷമായിരിക്കും. ഉദാഹരണമായിട്ട് 2020 നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. 2020 ഹരിക്കണം 4 ചെയ്യുക. നിങ്ങൾക്ക് എത്ര കിട്ടുക? 505 എന്ന് കിട്ടും ഉത്തരം. ഓക്കെ, 505 എന്ന് കിട്ടും. അതുപോലെ തന്നെ റിമൈൻഡർ 0 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അഥവാ ശിഷ്ടം 0 ആയിരിക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ ആ വർഷം അതിവർഷമായിരിക്കും. ഓക്കെ, അപ്പോ 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം. ജനുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? ഇനി നിങ്ങൾ പറ, ജനുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? ജനുവരി മാസത്തിൽ 31 ദിവസങ്ങൾ. ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ. ഇനി മാർച്ച് മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? മാർച്ചിലും 31 ദിവസങ്ങൾ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാ? 91 എന്ന് കിട്ടും. 91 ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. 2021 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 2021 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം യെസ് 90 ആയിരിക്കും. 90 ആയിരിക്കും. ഓക്കെ, ഞാൻ ഇതേ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ദിവസങ്ങളുടെ എണ്ണം.
2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്രയാ? 2024 യെസ്, 2024 91 2024 91 ദിവസങ്ങളായിരിക്കും. കാരണം 2024 ഒരു അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കുക. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി മാസം 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആഡ് ചെയ്താൽ തന്നെ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കും. എങ്കിൽ അടുത്ത ചോദ്യം കേട്ടറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാന്ത്രിക ചതുരം എന്ന് പറയുന്നത്, മാജിക് സ്ക്വയർ. ആ മാജിക് സ്ക്വയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇനി ചോദിക്കുന്നത്. മാന്ത്രിക ചതുരവുമായി ബന്ധപ്പെട്ട ചോദ്യം. തന്നിരിക്കുന്ന മാന്ത്രിക ചതുരത്തിൽ എക്സ്, വൈ, സെഡ് എന്നിവയുടെ വിലകൾ എത്ര? എക്സ്, വൈ, സെഡ് എന്നിവയുടെ വിലകൾ എത്ര? ഓക്കെ, ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ റേഞ്ച് കാരണം കിട്ടാത്ത ആളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് വെർഷൻ കിട്ടും കേട്ടോ. റെക്കോർഡ് വെർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? DLED കേരള ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ റെക്കോർഡ് കേൾക്കാം. നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ചെയ്യാനുള്ള ടൈം നമുക്ക് അവിടെ നഷ്ടമാവും. ഓക്കെ, എക്സ്, വൈ, സെഡ് എന്നിവയുടെ വിലകൾ ഒന്ന് കമന്റ് ചെയ്യൂ. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന സംഖ്യകളുടെ വിലകൾ എത്രയായിരിക്കും? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാന്ത്രിക ചതുരത്തിന്റെ ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്ന തുക ഒന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്ന തുക ഒന്നായിരിക്കും. അഥവാ നിങ്ങൾ റോ വൈസ് കൂട്ടുകയാണെങ്കിലും കോളം വൈസ് കൂട്ടുകയാണെങ്കിലും വരി കൂട്ടുകയാണെങ്കിലും നിര കൂട്ടുകയാണെങ്കിലും ഒരേ വരിയിലുള്ള സംഖ്യകളുടെ തുക ഒന്നായിരിക്കും, ഒരേ നിരയിലുള്ള സംഖ്യകളുടെ തുക ഒന്നായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും വരിയോ നിരയോ പൂർണ്ണമായി തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ ഒരു നിര എടുത്തോ. ഈ ഒരു നിരയിൽ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കൂട്ടി നോക്കുക, ഇവയുടെ തുക എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ പറ, ഇത് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഈ ഒരു മാന്ത്രിക ചതുരത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. 17 + 13 + 9 എത്രയാണ് കിട്ടുന്നത്? 39 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ഇനി ഈ കള്ളികളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 39 ആണ് കിട്ടേണ്ടത്. 39 എന്ത് ചെയ്യണം? നമുക്ക് ഉത്തരമായിട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക. ആദ്യം നമുക്ക് സെഡ് കണ്ടുപിടിക്കാം. സെഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 10ഉം 15ഉം സെഡും കൂട്ടുമ്പോൾ 39 കിട്ടും. 10ഉം 15ഉം സെഡും കൂട്ടുമ്പോൾ 39 കിട്ടും. എങ്കിൽ സെഡ് എത്രയാണ്? 10ഉം 15ഉം കൂട്ടുമ്പോൾ 25 കിട്ടും. എങ്കിൽ സെഡ് എത്രയായിരിക്കും? 25ൽ നിന്നും എത്ര കൂട്ടിയാലാ 39 കിട്ടുക? 25ൽ നിന്നും എത്ര കൂട്ടിയാലാ കിട്ടുന്നത്? യെസ്, 25ൽ നിന്നും 14 കൂട്ടിയാലാണ് 39 കിട്ടുന്നത്. അപ്പൊ നമുക്ക് സെഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെഡ് 14 അല്ലാത്ത ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാ ചോദ്യവും നിങ്ങൾ ചെയ്ത് നോക്കണ്ട. ഇവിടെ സെഡിൽ 14 കിട്ടാത്ത ഓപ്ഷൻ ഇല്ലേ, അത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തോ. സിയും ഡിയും അല്ല ഉത്തരം, സിയും ഡിയും അല്ല. മനസ്സിലായോ? ഉത്തരം സിയും ഡിയും അല്ല. ഇതാണ് എലിമിനേഷൻ മെത്തേഡ്. ഇത് നിങ്ങൾ പഠിക്കണം. അതായത് നമ്മൾ ഏത് മാത്സിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ചാടിക്കേറി ഉത്തരം ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരമല്ലാത്തതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ആൾക്കാരെ പറഞ്ഞു വിട്ടോ. അപ്പൊ സിയും ഡിയും നമുക്ക് പറഞ്ഞുവിടാ. സിയിലും ഡിയിലും സെഡ് 14 വരുന്നില്ല. ഇനി നിങ്ങൾ അടുത്തത് നോക്കുക. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? വൈ കണ്ടുപിടിക്കാം. 10ഉം 17ഉം വൈയും കൂട്ടിയാൽ എത്ര കിട്ടണം? 10ഉം 17ഉം വൈയും കൂട്ടിയാൽ എത്ര കിട്ടണം? 10ഉം 17ഉം വൈയും കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 39 ആണ്. 10ഉം 17ഉം 27 കിട്ടി. 27ലേക്ക് എത്ര കൂട്ടിയാലാണ് 39 കിട്ടുക? 27ലേക്ക് എത്ര കൂട്ടിയാലാണ് 39 കിട്ടുക? യെസ്, 27ലേക്ക് 12 കൂട്ടിയാൽ 39 കിട്ടും. അപ്പൊ വൈയുടെ വാല്യൂ 12. വൈയുടെ വാല്യൂ 12. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ എക്സ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, എക്സിന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? എക്സ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എക്സ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെയാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വൈ 12 ഉള്ള ഉത്തരം നിങ്ങൾ അവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെ വെട്ടിക്കളയുക. ഇവിടെ വൈയുടെ വാല്യൂ 11 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അവയെ ഒഴിവാക്കി. ഇനി നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സിന്റെ വാല്യൂ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. 11 ആയിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ?
യെസ്. ഓക്കെ, ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾ ചെയ്യണം. മാത്സിൽ നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോ ഒരുപാട് ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടാണെങ്കിലും PSC പരീക്ഷ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ അടുത്ത ദിവസം അടുത്ത ആഴ്ച LGSന്റെ എക്സാംസ് വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് വാരിക്കേറി ചെയ്യരുത്. ഉത്തരമല്ല എന്ന് ഉറപ്പുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു വിടുക, ഒഴിവാക്കുക, വെട്ടിക്കളയുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എലിമിനേഷൻ മെത്തേഡ് മുൻപ് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? യെസ് ഓർ നോ? അതായത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. യെസ്. ഓക്കെ, കുറച്ച് ആളുകൾ എലിമിനേഷൻ മെത്തേഡ് അറിയാം, കുറച്ച് ആളുകൾക്ക് എലിമിനേഷൻ മെത്തേഡ് പരിചയമില്ല. നിങ്ങളോട് പറയാനുള്ളത്, അറിയാത്ത ആളുകൾ ഇനി മുതൽ നിങ്ങൾ പരീക്ഷ പ്രിപ്പയർ ചെയ്യുമ്പോൾ, പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. എലിമിനേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കാരണം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല. മാത്സിൽ പല ആളുകളും ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ചോദ്യത്തിന് തന്നെ 5-10 മിനിറ്റ് എടുക്കും. അങ്ങനെ 30 ചോദ്യം ചെയ്യുമ്പോഴേക്ക് സമയം അവിടെ തീർന്നിട്ടുണ്ടാവും. അങ്ങനെ കാറ്ററ്റ് പരീക്ഷ ഒരു പ്രയാസമായി വരുന്ന സ്ഥിതി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് അറിയാതെ പരീക്ഷ അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 15 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 4 പാത്രങ്ങളിൽ നിറച്ചു. ഒരു പാത്രത്തിൽ എത്ര മില്ലി ലിറ്റർ പാലുണ്ടാകും? 15 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 4 പാത്രങ്ങളിൽ നിറച്ചു. ഒരു പാത്രത്തിൽ എത്ര മില്ലി ലിറ്റർ പാലുണ്ടാവും? ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ കെണിയിലാക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ കെണികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, രക്ഷപ്പെടണം എന്നുള്ളതാ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ടല്ലോ, ഇതെല്ലാം ഒരു ട്രാപ്പാണ്. എല്ലാം ഒരു 3750 ഇതുമായിട്ടൊരു ബന്ധമുള്ളതാണ്. ഒരു ട്രാപ്പാണ്. നമ്മൾ എത്ര ചെയ്താലും അവിടെ 0 ഉണ്ടോ, 0 ഇല്ലേ, പോയിന്റ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം നമ്മളിൽ ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യത്തിലുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 15 ലിറ്റർ പാലുണ്ട്, 4 പാത്രങ്ങളിലാക്കി എങ്കിൽ ഒരു പാത്രത്തിൽ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 15/4 ചെയ്താൽ മതി. 15/4 ചെയ്താൽ ഒരു പാത്രത്തിലുള്ള പാലിന്റെ അളവ് കണ്ടുപിടിക്കാം. 15 ലിറ്റർ പാൽ ആകെയുണ്ട്, 4 പാത്രങ്ങളിലാക്കി. 15/4 എന്ന് ചെയ്യുമ്പോൾ 3.75 ലിറ്റർ ആയിരിക്കും ഒരു പാത്രത്തിൽ ഉണ്ടായിരിക്കുക. 3.75 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 3.75 ലിറ്റർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷനിൽ ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഇല്ല. ഓപ്ഷനിൽ ഉള്ളത് മില്ലി ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ അവിടെ അറിയേണ്ട കാര്യം, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? നിങ്ങൾ പറ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. 1000 മില്ലി ലിറ്ററിനെയാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടി 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ. അങ്ങനെ 3.75 ലിറ്റർ ഉണ്ട്. 3.75 ലിറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 3.75 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആയിരിക്കും? 3.75 ഇൻറ്റു 1000. 3.75 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 3750 മില്ലി ലിറ്റർ എന്ന് കിട്ടും. 3750 ml എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യേണ്ടത്? ഈ ചോദ്യം നിങ്ങൾ പഠിക്കുക. ഈ ചോദ്യത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മളോട് ചോദിക്കുന്ന കാറ്ററ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള മില്ലിമീറ്റർ, നീളത്തിൽ മില്ലിമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ. ഓക്കെ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഇത് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മുടെ അളവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മില്ലി ലിറ്റർ, ലിറ്റർ, ഇവ തമ്മിലുള്ള കൺവേർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളത് പഠിക്കണം. നീളത്തിൻ്റെതാവുമ്പോൾ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ,
കിലോമീറ്റർ. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഇങ്ങനെ പഠിക്കാനുള്ള കോൺസെപ്റ്റ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഹാർഡായിട്ടുള്ള ചോദ്യം ചോദിക്കില്ല, പക്ഷെ 3ാം ക്ലാസ്സിൽ ഒരു ഗണിതത്തിന്റെ യൂണിറ്റിൽ വരുന്ന കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ അളന്ന് പറയാമെന്തോ അങ്ങനെ എന്തോ ആണ് യൂണിറ്റിന്റെ പേര്, അളന്ന് പറയാം അങ്ങനെ എന്തോ ആണ്. യെസ്, അളന്ന് പറയാം. ഓക്കെ, അതിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മള് 10 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇനി 11 ചോദ്യം 12 ചോദ്യം ഉണ്ട്. നമുക്ക് അടുത്ത ചോദ്യം കൂടെ എന്ത് ചെയ്യാം? ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുള്ള മേഖലകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡിസ്കസ് ചെയ്തിട്ടുള്ള മേഖലകൾ അഥവാ ആ മേഖലയിൽ നിന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം അവിടെ നിന്നാണ് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖല മനസ്സിലാക്കുക. ഒരു ജാമിതി ആണെങ്കിൽ ജാമിതി മനസ്സിലാക്കുക, പിന്നെ ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്ക് മനസ്സിലാക്കുക, കലണ്ടർ ആണെങ്കിൽ അത് പഠിക്കുക. ഇങ്ങനെ എവിടെ നിന്നാണോ ചോദ്യം വരുന്നത് ആ മേഖല എന്ത് ചെയ്യുക? നമ്മൾ അറിയുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമുക്കൊരു ചോദ്യം കൂടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിന്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ക്ലാസ് കിട്ടുന്ന പോലെ ഡെയിലി കേട്ടറ്റ് പരീക്ഷയുടെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലൈവ് ക്ലാസ്സുകൾ കിട്ടും. ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രാഷ് ക്യാമ്പാണ്. ഈ ഒരു ക്രാഷ് ക്യാമ്പിൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ ദിവസവും 30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ദിവസവും 30 ചോദ്യങ്ങൾ നമ്മൾ ക്രാഷ് ക്യാമ്പിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ 30 ദിവസം നിങ്ങൾക്ക് ക്രാഷ് ക്യാമ്പ് ലഭിക്കും. അഥവാ 900 ചോദ്യം നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ 900 ചോദ്യം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കിട്ടിയിരിക്കും. ആ ഒരു 900 ചോദ്യവും നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100+ മാർക്കോട് കൂടി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം 3000 രൂപയുടെ നമ്മുടെ കോഴ്സ് നമ്മൾ നിലവിൽ 1500 രൂപ ഓഫർ ഫീൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1500 രൂപ ഓഫർ തീരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 8590672089. ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കേട്ടറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. 8590672089 ഈ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതെല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യം. ചോദ്യം ഇതാണ്: ഇപ്പോൾ ക്ലോക്കിലെ സമയം 12:40. ഇപ്പോൾ ക്ലോക്കിലെ സമയം 12:40 എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയം എത്ര ആയിരിക്കും? ഓക്കെ, ക്ലോക്കിലെ സമയം 12:40 എങ്കിൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ സമയം എത്ര ആയിരിക്കും എന്നുള്ളതാ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചോദ്യം എന്തായാലും പഠിക്കണം. ഒരുപാട് തവണ, എത്ര തവണയാണെന്ന് ചോദിക്കാൻ പറ്റില്ല, 10+ ടൈംസ് കേഡറ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിന്റെ സമയവും അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മളോട് ക്ലോക്കിലെ സമയം ചോദിക്കുന്നു, കണ്ണാടിയിലെ സമയം ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾ 2 കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളോട് പറയുന്ന സമയം ക്ലോക്കിൽ 11 മണിയേക്കാൾ കുറവുള്ള സമയമാണ് പറയുന്നതെങ്കിൽ, ക്ലോക്കിൽ 11 മണിയേക്കാൾ കുറവുള്ള സമയമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള സമയത്തെ 11:60 നിന്നും കുറക്കുക. ഓക്കെ, അഥവാ നിങ്ങളോട് പറഞ്ഞത് ഒരു 10:50 കണ്ണാടിയിലെ സമയം എന്ന് പറഞ്ഞു, സോറി ക്ലോക്കിലെ സമയം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിബിംബത്തിന്റെ സമയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 11:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. എന്നാൽ 11 മണിയേക്കാൾ കൂടിയ സമയമാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറയ്ക്കേണ്ടത് 23:60 നിന്നാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് 12:50 സോറി 12:40 ക്ലോക്കിലെ സമയം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 23:60 നിന്നും 12:40 നിങ്ങൾ മൈനസ് ചെയ്യുക. എന്താണ് ഈ 23:60 എന്ന് മനസ്സിലായോ? 23 മണിക്കൂർ 60 മിനിറ്റ് അഥവാ 24 മണിക്കൂർ. 23 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. ഒരു ദിവസത്തിലെ ആകെ സമയമാണ് 23:60. ഇനി 11:60 എന്ന് പറഞ്ഞാലോ 11 മണിക്കൂർ 60 മിനിറ്റ് അഥവാ 12 മണിക്കൂർ.
നമ്മുടെ ക്ലോക്കിൽ സാധാരണ കാണിക്കുന്ന ടൈം 12 മണിക്കൂറാണ്. അപ്പൊ അതാണ് അവിടെ 11:60 കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്, തന്നിട്ടുള്ള സമയം 11 മണിയേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ 11:60 നിന്നും ആ സമയം നിങ്ങൾ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കണ്ണാടിയിലുള്ള പ്രതിബിംബത്തിന്റെ സമയം കിട്ടും. ഇനി തന്നിട്ടുള്ള സമയം 11 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ 23:60 നിന്നും മൈനസ് ചെയ്യണം. 23:60 നിന്നും 12:40 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 0 - 0 0. 6 നിന്ന് 4 പോയാൽ 2 എന്ന് കിട്ടും. 23 നിന്നും 12 പോയാൽ 11 കിട്ടും. 11:20 ആയിരിക്കും കണ്ണാടിയിലുള്ള സമയം എന്ന് പറയുന്നത്. 11:20 ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും മനസ്സിലാക്കുക. തന്നിട്ടുള്ള സമയം 11 മണിയേക്കാൾ കുറവാണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ക്ലാസ് കഴിഞ്ഞിട്ടില്ല, നമ്മളോട് ചോദിക്കുകയാണ് കണ്ണാടിയിലുള്ള സമയം 10:50 ആണെങ്കിൽ, ക്ലോക്കിലുള്ള സമയം 10:50 ആണെങ്കിൽ കണ്ണാടിയിലെ സമയം എത്രയാണെന്ന് ചോദിക്കും. 10:50 എന്ന് പറഞ്ഞാൽ 11നേക്കാൾ കുറവാണല്ലോ. അപ്പൊ 11നേക്കാൾ കുറവായ സമയം 10:50 ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 10:50 ആണ് ക്ലോക്കിലെ സമയമെങ്കിൽ നിങ്ങൾ 11:60 നിന്നും 10:50 കുറക്കുക. 11:60 നിന്നും 10:50 കുറക്കുക. നിങ്ങൾക്ക് എത്ര കിട്ടുക? 10 കിട്ടും. 1:10 എന്ന് കിട്ടും. അപ്പൊ 1:10 ആയിരിക്കും പ്രതിബിംബത്തിലെ സമയം. എന്നാൽ നമ്മളോട് തരുന്ന സമയം 11നേക്കാൾ കൂടുതലാണെങ്കിൽ, ഉദാഹരണമായിട്ട് 12:40 11നേക്കാൾ വലിയ സമയമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചോദ്യം 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. 23:60 നിന്നും തന്നിട്ടുള്ള സമയം കുറക്കുന്നു. അപ്പൊ 11:20 എന്ന് കിട്ടുന്നു. ഇനി ഇതും അറിയാത്ത ആളുകൾക്കുള്ള അടുത്ത അടവ്, അവസാനത്തെ അടവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? നിങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ചോദ്യ പേപ്പറിൽ നിങ്ങൾ ഒരു വട്ടം വരക്കുക, ഒരു ക്ലോക്ക് നിങ്ങൾ വരക്കുക. ക്ലോക്ക് വരക്കുന്നു, ക്ലോക്കിലുള്ള സൂചികളെല്ലാം നിങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇത് 12, ഇത് 3, ഇത് 6, ഇത് 9. ഇനി നമ്മളോട് പറഞ്ഞ സമയം എത്രയാ? 12:40 ആണ്. 12:40 എന്ന് പറയുമ്പോൾ ഇവിടെ 8ന്റെ സൂചി ഉണ്ടാവും അല്ലെ? 8 ഉണ്ടാവും, ഇവിടെ 7 ഉണ്ടാവും. 12:40 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 12-ലായിരിക്കും ഉണ്ടായിരിക്കുക, ആണല്ലോ. മണിക്കൂർ സൂചി 12-ൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. 12-ൽ നിന്നും കുറച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും, ഒരു 1ന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിരുന്നാലും 12-ൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മിനിറ്റ് സൂചി 8-ന് നേരെ ആയിരിക്കും ഉണ്ടായിരിക്കുക 12:40 ആവുമ്പോ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഈ ചോദ്യ പേപ്പറിന്റെ മറുഭാഗം നോക്കുക. മറുഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിങ്ങൾക്ക് അച്ചടിച്ചതിന്റെ അടയാളം കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേനയുടെ അടയാളം നിങ്ങൾക്ക് മറുവശത്ത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇങ്ങനെ ക്ലോക്ക് വരക്കുമ്പോൾ എന്ത് ചെയ്യുക? നല്ല കട്ടിയിൽ ക്ലോക്ക് വരിക. കട്ടിയിൽ നിങ്ങൾ ചോദ്യ പേപ്പറിൽ ക്ലോക്ക് വരിക. എന്നിട്ട് നിങ്ങളുടെ പേപ്പർ നിങ്ങൾ നേരെ തിരിച്ചു പിടിക്കുക. മറുഭാഗത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സമയം നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്രയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു 12:40 നിങ്ങൾ ക്ലോക്കിൽ വരക്കുക. ഒരു പേപ്പർ എടുത്ത് 12:40 വരക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പേപ്പർ തിരിച്ചു പിടിച്ചു നോക്ക്. നിങ്ങൾക്ക് അവിടെ കാണുന്നത് 11:20 ആയിരിക്കും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ. വേണമെങ്കിൽ 12:40 നിങ്ങൾ ക്ലോക്കിൽ വരക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ പേപ്പർ തിരിച്ചു വെക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് 11:20 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്തോ? ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? ഒന്നും നടന്നിട്ടില്ലെങ്കിലുള്ള രണ്ടാമത്തെ അടവാണ് ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും നടന്നിട്ടില്ലെങ്കിലുള്ള ട്രിക്കാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം എന്നാലാണ് നമുക്ക് ആ സമയം പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോക്ക് ഒക്കെ വരച്ചുണ്ടാക്കുമ്പോഴേക്കും അവിടെ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യും? അവിടെ നമുക്ക് നഷ്ടമാവും. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല, സമയം ബാക്കിയാണ്. നിങ്ങൾ എന്ത് ചെയ്തോ? ധൈര്യമായിട്ട് ക്ലോക്ക് വരച്ചോ, പേപ്പർ തിരിച്ചു പിടിച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിബിംബത്തിലുള്ള സമയം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ അവസാനത്തെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയോ? യെസ്, ഓക്കെ, യൂസ്ഫുൾ ആയി. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്റ്റീവ് ഫാക്ടറും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ വേണ്ടത്? നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നാളെയും ഇതുപോലെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാളെയും നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നാളെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണ്ടത്? ഓക്കെ, എല്ലാ സബ്ജക്റ്റ് വരുന്നുണ്ട്, EVS വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം?
അങ്ങനെയാണെങ്കിൽ EVS അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സൈക്കോളജിയും പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈ ഒരു അവസരം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ അവസരം കിട്ടാത്ത ആളുകൾക്ക് കൂടെ ഇത് ഉപകാരപ്പെടണം. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുപോലെ തന്നെ ഇനിയും ആളുകൾക്ക് ഇത് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾ DLED ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, ഇനി പഠനം പൂർത്തിയായ ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതിലൊക്കെ ഒരുപാട് ആളുകൾ കേട്ടിട്ട് കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കിട്ടിയ ഗ്രൂപ്പിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർക്കും ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉപകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ പല ആളുകളും പല സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, എല്ലാ സബ്ജക്റ്റും, കേട്ടറ്റിന് വേണ്ട സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ്, EVS, മാത്സ്, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എല്ലാവിധ സപ്പോർട്ടോട് കൂടി എല്ലാവരും ലൈവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇനിയും നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിലേക്ക് ആളുകൾ കൂടുതൽ വരികയാണെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കഷനും അതിന്റെ കണക്റ്റീവ് ഫാക്റ്റുകളും, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടീവ് നൽകുക എന്നുള്ളതാണ്. എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇത് നിങ്ങൾക്ക് നൽകുക. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസും ലൈവ് ക്ലാസ്സുകളും, ആ ലൈവ് ക്ലാസ്സുകളെല്ലാം മിസ്സായാൽ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിച്ചിരിക്കും. അതുപോലെ നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള 30 ചോദ്യങ്ങൾ അടങ്ങുന്ന 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻസും അതിന്റെ കണക്റ്റീവ് ഫാക്റ്റുകളും അടങ്ങുന്ന നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ക്യാമും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ കൂടെ ലഭിക്കും. ഇതിനെല്ലാം കൂടെ നിങ്ങൾക്ക് 3000 രൂപയുടെ കോഴ്സിലേക്ക് 1500 രൂപക്ക് നിങ്ങൾക്ക് നിലവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോ. നമ്മുടെ അഡ്മിഷൻ തീരുന്നതിന് മുൻപ്, നമ്മൾ അഡ്മിഷൻ ഉടൻ ക്ലോസ് ചെയ്യും, അതിന് മുൻപ്, അതുപോലെ തന്നെ നമ്മുടെ ഓഫർ തീരുന്നതിന് മുൻപ് ഈ ഒരു 8590672089 എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വൈകിക്കരുത്. നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ സ്വയം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠനം തുടങ്ങിക്കോ. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇതുപോലെ വാട്സപ്പിലൂടെ ക്ലാസ് കൊടുത്ത് വാട്സപ്പിൽ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പല രീതിയിൽ, അതായത് ഓഫർ ചെയ്യുന്ന രീതിയിൽ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കാതെ, അതുപോലെ തന്നെ സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈവൻ സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ റേഡിയോ പറയുന്ന രീതിയിൽ മാത്സ് ഒക്കെ ക്ലാസ് എടുത്ത എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ പ്രതീതിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഈ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഈ ഒരു ക്ലാസ്സിന്റെ വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ മിസ്സായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.